الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളെ ഇരുലോകത്തും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. സഹോദരങ്ങളെ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഫലസ്തീനും ഫലസ്തീനിന്റെ മണ്ണും ബൈത്തുൽ മുഖദ്ദസും അതിന്റെയൊക്കെ പ്രാധാന്യം ഒരു ഖുതുബയിലൂടെ പ്രത്യേകം പറഞ്ഞറിയിക്കൊന്നും വേണ്ട. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലും ഈമാനിലുമൊക്കെ ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസുമൊക്കെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കുമല്ലോ. കഅബാലയം കഴിഞ്ഞാൽ, മസ്ജിദുൻ നബവി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിൽ സ്ഥാനമേറ്റുന്ന, സ്ഥാനം കൊണ്ട് നടക്കുന്ന ഭവനമാണ്, അല്ലാഹുവിന്റെ ഭവനമാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ഫലസ്തീനിന്റെ മണ്ണിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൈശാചികതകളുടെ ആഴം, അതിന്റെ എല്ലാ അതിരുകളും ഭേദിക്കുകയാണ്. അത് എവിടേക്കാണ് എത്തുന്നത് എന്ന് നമുക്കാർക്കും ഒരു നിശ്ചയമില്ല. നമ്മൾ വളരെയേറെ പ്രാർത്ഥനയോടുകൂടി നമുക്കതിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിറഞ്ഞ പ്രാർത്ഥനകൾ, ഇടമുറിയാത്ത പ്രാർത്ഥനകളിലെ ഓരോ സന്ദർഭങ്ങളിലും ആ ജനതയെ നമ്മൾ ഓർത്തിട്ടില്ല എങ്കിൽ അത് വലിയൊരു ദുരന്തമായി നമ്മൾ അനുഭവിക്കേണ്ടി വരൂട്ടോ. നിങ്ങൾ നോക്കൂ, ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എത്രമേൽ സങ്കടപ്പെടുത്തുന്നതാണ്. ഒരു വംശത്തെ തന്നെയും ഇല്ലാതെയാക്കുന്ന വംശഹത്യയാണ് അത് എന്ന് UN മനസ്സിലായത് ഇപ്പൊ അടുത്ത ദിവസത്തിലാണ്. അവരിപ്പോ അത് അപ്പോഴാ പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കാണുക. സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ ആ നാടിനെ വീണ്ടും വീണ്ടും ഓർക്കുകയും ആ മനുഷ്യന്മാർക്ക് വേണ്ടി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഖുതുബ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മുസ്ലിങ്ങളായി മൂസാ നബിയോടൊപ്പമുള്ള ആ ജനതയോട്, മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നബിയോടൊപ്പം, മൂസാ നബിയോടൊപ്പം ഉണ്ടായിരുന്നവരോട്, ബനു ഇസ്രായേലരായിരുന്നു അവരോട്ടോ, അവരോട് ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അർദുൽ മുഖദ്ദസിലേക്കൊന്ന് പ്രവേശിക്കാൻ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ആ ചരിത്രമൊക്കെ വിശദീകരിക്കുന്നു. അന്നവരെ അവിടേക്ക് പോകാൻ കൂട്ടാക്കാത്ത സംഭവങ്ങളൊക്കെ പറയുന്നു. ഖുർആൻ അത് പറയുമ്പോ
ആ പ്രദേശത്തെ തന്നെയും പവിത്രമായ വിശുദ്ധമായ ഭൂമി എന്നാണ് വിശേഷിപ്പിച്ചത്. അതൊന്നും നമുക്കൊരു തെളിവായിട്ട് വേണ്ടാത്തവണ്ണം നമ്മൾ ആ നാടിന്റെ വിശുദ്ധിയെ മനസ്സിലാക്കുന്നുണ്ട്. ആ ആയത്ത് സൂറത്തു അൽ മാഇദയിൽ 21-ാമത്തെ ആയത്തിലാണ്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, ഈ വിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അല്ലതീ കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. ഇസ്രായേല്യർക്ക് നിശ്ചയിച്ചത് എന്നർത്ഥത്തിലല്ല, ഇസ്രായേല്യർ മുസ്ലിങ്ങളായി എന്നുള്ള നിലക്ക് ആ മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ച മണ്ണ്. കാരണം ഇസ്രായേൽ വംശത്തിനല്ല അവിടെ പ്രാധാന്യം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം മുഅ്മിനുകളായി കൂടെ കൂടിയവർ എന്നുള്ള നിലക്കാണ് അവർക്ക് അവിടെ മഹത്വമുള്ളത്. അത് നമുക്ക് തിരിച്ചറിയുമല്ലോ. അതുകൊണ്ട് അവരോട്, ആ ജനതയോട് ആ അർത്ഥത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ഇവിടേക്ക് കടന്നു വരൂ. വലാ തർതദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകല്ലേ. പിന്തിരിഞ്ഞു പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഖേദം, നഷ്ടത്തിന്റെ ഖേദം അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടം നിറഞ്ഞ ഒരു തിരിച്ചുപോക്ക് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ കൂട്ടാക്കാത്തവരായ ആളുകൾ പിന്നീട് 40 കൊല്ലം തീഹു മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ വിശുദ്ധ മണ്ണിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു അർദുൽ മുഖദ്ദസത്ത് എന്ന് വിശേഷിപ്പിച്ച മണ്ണ്, അവിടെയാണ് ഈ പൈശാചികതകൾ മുഴുവനും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഉണരലുണ്ടാകണം എന്നുള്ള നിലക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്റാ സംഭവിച്ച നാടാണത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലതി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്റാ തുടങ്ങുന്നത് 1-ാമത്തെ ആയത്ത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ആ പരിശുദ്ധിയെ പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണം വേറൊന്നുമല്ല, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രണ്ടും വിശുദ്ധമായ ഗേഹങ്ങളാണ്. ആ മസ്ജിദുൽ അഖ്സ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗേഹത്തിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അടിമയായ അള്ളാഹുവിന്റെ റസൂലിനെ രാപ്രയാണം ചെയ്യിച്ച ആ സംഭവം വിശദീകരിക്കെ അള്ളാഹു ആ നാടിനെ കുറിച്ച് പറയുമ്പോൾ ബാറക്കൽ ഹൗലഹു, അതിന്റെ പ്രദേശം മുഴുവനും ബർക്കത്തുള്ള നാടാണെന്ന്. ആ ബർക്കത്തുള്ള നാടിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമ്മൾ മറന്നു പോകരുതേ. അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ആ ആയത്തിൽ വേറെ തെളിവൊന്നും വേണ്ട. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, എല്ലാത്തിനും തെളിവുണ്ട് അവിടെ. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നരാധമന്മാരുടെ, ഈ പിശാചുക്കളുടെ, അങ്ങനെയല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല, അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നേരെ കൈ ഉയർത്തു. അസ്സമീഅ് നിങ്ങളുടെ കൂടെ ഉണ്ട്, അവൻ എല്ലാം കേൾക്കും, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ ബസീർ. നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്താ ഉത്തരം കിട്ടാത്തത്? മത്താ നസ്റുല്ലാഹ് എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പറയാണ് അല്ലാഹുവിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഈമാനിൽ നിന്നുകൊണ്ട്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, ഖരീബാണ്, അല്ലാഹുവിന്റെ സഹായം വരും, അല്ലാഹുവിന്റെ സഹായം വരും. അത്രമേൽ വിശുദ്ധമായ മണ്ണായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പഠിപ്പിച്ച ഭൂമിയല്ലേ. പക്ഷെ നമ്മൾക്ക് ചില ബാധ്യതകളുണ്ട് കേട്ടോ. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതല്ലാത്ത മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ പ്രാർത്ഥന മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോകാത്ത പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മൾ ആലോചിക്കണമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഗേഹങ്ങളെ, റബ്ബിന്റെ ഗേഹങ്ങളെ വിശുദ്ധമാക്കി തന്നിട്ടുണ്ട്. ആ 3 ഗേഹങ്ങളിലേക്ക് മാത്രമേ പുണ്യം തേടി ഒരു യാത്ര പോലും പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ബോധമുള്ളവരാ നമ്മൾ. അതിൽ ഈ 3-ൽ 3-ാമത്തേത് ഈ വിശുദ്ധ ഗേഹമാകുന്നു, ബൈത്തുൽ മുഖദ്ദസ് ആകുന്നു. 1ഉം 2ഒക്കെ നമുക്കറിയാലോ, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും ഒക്കെയാണ് എന്നുള്ളത്. ഈ മസ്ജിദുൽ അഖ്സക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന നാടിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന്റെ ഒക്കെ അപ്പുറം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മസ്ജിദുൽ അഖ്സയെ അള്ളാഹു സംരക്ഷിക്കും, ആ നാടിന് അള്ളാഹു സംരക്ഷിക്കും. റബ്ബിന്റെ വാഗ്ദാനം ആ വിഷയത്തിലുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരും. ആ നാട്ടുകാരിൽ പെഞ്ചു കുഞ്ഞുങ്ങളെ, ഏതൊരു യുദ്ധനീതിയാണ് ചോദിക്കേണ്ടത് നമ്മൾ? എന്ത് യുദ്ധനീതിയുടെ പേരിലാണ് അവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്?
ഇതാണ് പറഞ്ഞത്, എല്ലാ അതിരുകളും ഭേദിച്ചിട്ടുണ്ട്. ഇനി ഒരു അതിരും ഭേദിക്കാനില്ല, എല്ലാം ഭേദിച്ചിട്ടുണ്ട്. അത്രമേൽ ക്രൂരതകളല്ല, പൈശാചികതകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരന്മാർക്ക് പോലും ചിലപ്പോൾ ചില അലിവുകൾ ഉണ്ടാകുമല്ലോ, പിശാചുക്കൾക്ക് ഉണ്ടാകില്ല. ആ പിശാചുക്കളാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ സമയത്ത് കൈകൾ ഉയർത്തിയിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ഖേദം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അതാണുള്ള വലിയ പ്രശ്നം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഒരു വംശത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ഫലസ്തീനിന്റെ ജനതയെ കൊന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അവരുടെ ഈ നരാധമന്മാരുടെ, ഈ പിശാചുക്കളുടെ ബോംബ് വർഷത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, കേൾപ്പിച്ച ആയത്ത് സൂറത്തു ആല ഇമ്രാനിലെ 160-ാമത്തെ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, റബ്ബിനെ സഹായിക്കാൻ നമുക്ക് കഴിയുന്ന മാർഗം റബ്ബിനോട് പ്രാർത്ഥിക്കലാണ് പ്രിയപ്പെട്ടവരെ. അതല്ലാത്ത വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇനി വേറെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന വല്ല കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് കൂടെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണെങ്കിൽ എന്തായാലും കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ കഴിയണം, നമ്മൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകും. പറഞ്ഞൂടെ നമുക്ക്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. അള്ളാഹു പറയുന്നു, അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ദീനിനെ സഹായിക്കലാണ്, റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കലാണ്, ഉറച്ചു നിന്ന് തേടലാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ വേറെ ആ പ്രാർത്ഥനയാകുന്ന ആയുധം കൂടെയുള്ള, റബ്ബിനെ സഹായിക്കാൻ മാർഗം കൂടെയുള്ള ആ ആളുകൾക്ക് റബ്ബിന്റെ സഹായം കിട്ടും. നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ഒരാൾക്കും കഴിയില്ലെന്ന് റബ്ബിന്റെ വാഗ്ദാനമാണ്. ഇനിയോ, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ കൈവിട്ടാൽ ഓർക്കണം, പിന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല. റബ്ബ് കൈവിട്ടോ എന്ന് പേടിണ്ടാവണം പ്രിയപ്പെട്ടവരെ. നമ്മൾ കാരണത്താൽ ആ ജനങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നേ. അവര് ശുഹദാക്കളുടെ മർത്തബയിലായിരിക്കും ഇൻഷാ അല്ലാഹ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നാളെ സ്വർഗീയ കുഞ്ഞുങ്ങളായിക്കൊണ്ട് വിൽദാനും മുഖല്ലദൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അറിയില്ലേ നമുക്കതൊക്കെ? വിൽദാനും മുഖല്ലദൂൻ, എന്നേക്കും സ്വർഗത്തിലേക്ക് വേണ്ടി പ്രവേശിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അവരായിരിക്കും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ. നഷ്ടമൊന്നുമില്ല അവർക്ക്, പക്ഷെ നമുക്കായിരിക്കും വരാനിരിക്കുന്നത്. പേടിക്കണം, നമ്മൾ നമ്മുടെ കാര്യത്തിൽ പേടിക്കണം. അതുകൊണ്ട് ഓർക്കണം അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തെ കുറിച്ച്. റബ്ബല്ലാത്ത വേറെ ഒരാളും സഹായിക്കാനില്ല. റബ്ബ് കൈവിട്ടോ എന്നുള്ള സംശയത്തോടു കൂടി നമ്മളെ നിരീക്ഷിക്കും, നമ്മുടെ പോരായ്മ കൊണ്ട്. അതാണ് ഇവിടെ ചിന്തയായി കൊണ്ടുണ്ടാവേണ്ടത്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പഠിക്കേണ്ട ഒരു ചെറിയ പാഠം അല്ല, ജീവിതത്തിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് തീർത്താൽ തീരാത്ത ബാധ്യതയോടുകൂടി നിൽക്കുന്ന പാഠം. ഒന്നാമതായും അവസാനമായും റബ്ബിന്റെ ദീനിനോടൊപ്പം, റബ്ബ് പറഞ്ഞ ആദർശത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുകയും നമ്മൾക്ക് തികവുണ്ട്, മികവുണ്ട് എന്ന് റബ്ബിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മളാണ്. അല്ല എങ്കിൽ കൈവിട്ടവരുടെ കൂട്ടത്തിലായിരിക്കും എന്നല്ലേ തിരിച്ചറിയേണ്ടത്. അവര് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ലേ, പല സംഭവങ്ങളും കണ്ടില്ലേ അവിടുത്തെ ചില കാഴ്ചകൾ. കുമിഞ്ഞു നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ. എന്തിന്റെ മാലിന്യം? ബിൽഡിങ്ങുകളുടെ, തകർക്കപ്പെട്ട ബിൽഡിങ്ങുകളുടെ മാലിന്യ കൂമ്പാരങ്ങൾ. ആ മാലിന്യ കൂമ്പാരങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം വീട് തിരയുന്ന ഒരു കൊച്ചു ബാലൻ ആ വീട് മുഴുവനും തകർക്കപ്പെട്ട കാഴ്ച കണ്ടിട്ട്, ദയനീയമായ കാഴ്ച കണ്ടിട്ട് റബ്ബിനെ കുറിച്ച്, റബ്ബിലേക്ക് കൈകളിങ്ങനെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ച പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയ ആയത്തുകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. നമ്മൾ കണ്ട കാഴ്ചയാണ്, ഇപ്പോഴൊന്നുമല്ല, കുറച്ച് മുൻപ് വന്ന കാഴ്ചകളാണ്. എന്താ അവിടെ ഓതിയത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. ഈ പറഞ്ഞ ആയത്തിലെ എല്ലാ നഷ്ടങ്ങളും ഒരുപോലെ സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും ആയത്ത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. എല്ലാ നഷ്ടങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്കുക, അതിൽ എന്തൊക്കെ നഷ്ടങ്ങളാ പറഞ്ഞിട്ടുള്ളത്. ആ നഷ്ടങ്ങൾ മുഴുവനും ഒരുപോലെ അഭിമുഖീകരിച്ച ഒരു ബാലൻ റബ്ബിലേക്ക് ആ ആയത്ത് ഓതിക്കൊണ്ട് സമാധാനമടയുന്ന കാഴ്ച. അവര് ക്ഷമിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കതിന് യോഗ്യതയുണ്ട്, അവര് യോഗ്യരാണ്. പക്ഷെ നമുക്ക് ആ പോരായ്മയുണ്ട്.
പറഞ്ഞല്ലോ, ആ പിഞ്ചു പൈതങ്ങൾ സ്വർഗത്തിലെ കുഞ്ഞുങ്ങളായിരിക്കും, വിൽദാനും മുഖല്ലദൂനായിരിക്കും. നമ്മളാണ് അവരെ കണ്ടിട്ട് ദയനീയരാകുന്നത്, നമ്മുടെ മക്കളെ ഓർത്തിട്ട് നമ്മളാണ് ദയനീയരാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ യോഗ്യതയുണ്ടാവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് കാര്യം, യോഗ്യതയാണ് കാര്യം. ആ യോഗ്യതയാണ് റബ്ബ് കൈവിട്ടോ എന്നുള്ള ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടത്. അനീതിയും അക്രമങ്ങളൊന്നും ലോകത്തിന് പുതിയ സംഗതിയൊന്നും അല്ലല്ലോ. ലോകത്ത് മനുഷ്യവാസമുള്ളത് മുതൽ അനീതികളും അക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മൂർത്തമായ പല അവസ്ഥകളിലും ലോകത്തത് എല്ലാത്തരം മൂർത്തമായ അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട്, ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നിസ്സാരവൽക്കരിക്കല്ല, പക്ഷേ അത് റബ്ബിന്റെ നടപടിക്രമമായിക്കൊണ്ട് ഉണ്ടാകും എന്നുള്ളത്, അക്രമികൾ ഏതറ്റം വരെ പോകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കും. നമുക്കറിയാലോ, സൂറത്തുൽ ബുറൂജ് വായിക്കുന്നവരല്ലേ നമ്മൾ. സൂറത്തുൽ ബുറൂജ് ഇങ്ങനെ വായിക്കുമ്പോ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഒരുപാട് പാഠങ്ങൾ, ദാത്തുൽ ബുറൂജ് വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉഖ്ദൂദിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്ത്, അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സൂറത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലെ ആദ്യ ഭാഗത്ത് യൗമുൽ മൗഊദിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. വാഗ്ദത്ത ദിനത്തെക്കുറിച്ച്, യൗമുൽ ഖിയാമയെക്കുറിച്ച് സത്യം ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് വന്ന ഒരു ആയത്ത് ചിലപ്പോ ചില ചിന്തക്ക് വകുപ്പുണ്ടായിരിക്കും. അതേതാണെന്നറിയോ? വശാഹിദിൻ വമശ്ഹൂദ്. എന്നിട്ടാ പിന്നെ പറയണത് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഒരു കാലഘട്ടത്ത് നടന്നതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന ആ സൂറത്തിലെ ആയത്തുകൾ നമ്മൾ പഠിക്കണം, വായിക്കണം. എന്താ പറഞ്ഞറിയോ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്. കിടങ്ങിങ്ങനെ കുഴിച്ചു വെച്ചിട്ട്, അറിയാലോ സംഭവം, കിടങ്ങിങ്ങനെ കുഴിച്ചു വെച്ചിട്ട് അതിലേക്ക് സാധാരണക്കാരായ സത്യവിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അതിലേക്ക് ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ചുട്ട് കൊല്ലുന്ന ഒരു വല്ലാത്ത ദയനീയമായ സംഭവങ്ങൾ. അതിനെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുമ്പോ അവിടെ ഒരു ഷാഹിദും മഷ്ഹൂദ് ഉണ്ട്. ഷാഹിദ് മഷ്ഹൂദ് എന്നീ രണ്ട് ആയത്തുകളുടെ തഫ്സീർ ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഇഖ്തലഫൽ ഉലമാഉ ഫീ തഫ്സീരി ഹാദിഹിൽ ആയ എന്ന ആദ്യം കാണും. ഈ ആയത്തിന്റെ തഫ്സീറിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഒരു ഏകാഭിപ്രായവും ഒരു ഏകീയമായ വീക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചില തുറവികൾ കിട്ടാവുന്ന ചില ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാകും. അത് പണ്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചതിനപ്പുറം ചില തുറവികൾ കിട്ടും. ഇവിടെ വായിക്കുമ്പോ ചിലപ്പോ തോന്നിപ്പോവുകയാണ്, അല്ലാഹു അഅലം എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ, വശാഹിദിൻ. ഇതിനെ നോക്കി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. സാക്ഷി എന്നാണല്ലോ അതിനർത്ഥം. നോക്കി നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ ചെയ്യാൻ പലതും കഴിയും. ചിലപ്പോൾ ഭരണകൂടങ്ങളായിരിക്കാം, ഭരണാധികാരികളായിരിക്കാം, അങ്ങനത്തെ പലരുണ്ടല്ലോ. അവരിങ്ങനെ നോക്കിയിട്ട് നിർനിമേഷരായിട്ട് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള നിലയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. സാക്ഷികൾ എന്ന് പറഞ്ഞത് അവരെ കുറിച്ചായിരിക്കോ? അല്ലാഹു അഅലം. വമഷ്ഹൂദ്, ഇവരെയൊക്കെയും റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവരപ്പെടും കേട്ടോ എന്നുള്ളതായിരിക്കുമല്ലോ. വൽ യൗമിൽ മൗഊദ്, ഒരു വാഗ്ദത്ത ദിനത്തെ കുറിച്ച് അല്ലാഹു സംസാരിച്ചിട്ടുണ്ടാവുക. എന്നിട്ടല്ലേ ഇക്കാര്യം പറഞ്ഞിട്ടല്ലേ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് ഒന്ന് വായിച്ചു നോക്കൂ. എന്തിനാണെന്നറിയോ? നോക്കി നിൽക്കാൻ കഴിയില്ല, മറിച്ച് റബ്ബിലേക്ക് അടുക്കണം എന്ന് പഠിപ്പിക്കാൻ. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അബദ്ധം സംഭവിച്ചപ്പോൾ തൗബ ചെയ്തപ്പോ പുറത്തു കൊടുത്ത റബ്ബുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയും സാക്ഷികളായിക്കൊണ്ട് നോക്കി നിൽക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു വിരലനക്കാൻ സാധിക്കുന്നവർ ചെയ്യട്ടെ. നമുക്ക് കഴിയാവുന്നത് റബ്ബിലേക്ക് കൈകൾ ഉയർത്താനാണ്, നമ്മളത് ചെയ്യണം. അല്ലാതെ വെറും ഒക്കെ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നോക്കി നിൽക്കുക, ആ സമയത്ത് ഷോ എന്ന് പറയുക പോരാ. നമ്മുടെ പ്രാർത്ഥനാ വേളകളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കണം, നിസ്കരിക്കാൻ ക്വാളിറ്റി വേണം, നിസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയല്ല, ആ നാടിനു വേണ്ടി, കൂടത്തിൽ നമുക്ക് വേണ്ടി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ നന്മകളെ സ്വീകരിക്കുകയും പോരായ്മകൾക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആ നാടിന് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ. നാഥൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. വിഷയത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. പക്ഷെ ഒരുപാട് പറയേണ്ടതില്ലാത്തവണ്ണം പറഞ്ഞ്
മുഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയേണ്ടതില്ലാത്തവെന്ന് പറയേണ്ട കാര്യം, ഏറ്റെടുക്കേണ്ട കാര്യം ഒന്നാണ് എന്നുള്ള നിലക്ക് ഒരുപാട് പറയുന്നത്. മറിച്ച് നമ്മുടെ ബാധ്യതകൾ വിട്ടൊഴിയാതെ കൂടെ ഉണ്ടാവണം. അത് പ്രാർത്ഥന തന്നെയാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അത് പ്രാർത്ഥിക്കാനുള്ള ക്വാളിറ്റി കൂടി നേടിയെടുക്കണം. അതിന് തക്കതായ തൗബകൾ വേണം, പശ്ചാത്താപങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ചില വിരലുകൾ നമ്മൾ വിരലണക്കേണ്ടവരായ ആളുകളുണ്ട്. അവർ വിരലണക്കാൻ അവർക്ക് കൂടി സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയും അല്ലെങ്കിൽ പ്രതീക്ഷയും പ്രാർത്ഥനകളും അതൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ കുറെ കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇലെ 75-ാമത്തെ ഒരു ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം വല്ലാത്ത കൂർത്ത ഒരു ചോദ്യമാണ്. വമാലക്കും, എന്തു പറ്റി നിങ്ങൾക്ക്? ലാ തഖ്തുന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഖിതാൽ ചെയ്യാൻ, ധർമ്മസമരം ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോകുന്നു? നമുക്ക് കഴിയില്ലല്ലോ, നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് കഴിയാവുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഓർമ്മപ്പെടുത്തിയത്. പിന്നെയോ വൽ മുസ്തദഅഫീന റിജാലി വന്നിസാ, പേടിതരായ പുരുഷന്മാർ, സ്ത്രീകൾ, വൽ വിൽദാൻ, കൊച്ചുമക്കൾ, ഇവർക്ക് വേണ്ടിയൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം, നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം അനങ്ങാപ്പാറ നയം സ്വീകരിക്കാൻ പറ്റൂലെന്ന് പറയാൻ, ഇല്ല ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പറയാൻ ആ ആയത്ത് നമുക്ക് പാഠമാകട്ടെ. അവര് യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലിഹാ വജഅൽനാ മിൻ ലദുൻക വലിയൻ വജഅൽനാ മിൻ ലദുൻക നസീറാ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥ. ആ നാട്ടിൽ അക്രമങ്ങൾ ഇങ്ങനെ നടമാടിയപ്പോ ഇവിടെ നിന്ന് കഴിച്ചിലാക്കി തരണേ, രക്ഷപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാംശങ്ങളാകുന്നു ആയത്തിന്റെ ബാക്കിയുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു നിസാഇലെ 75-ാമത്തെ ആയത്താണത്. നമ്മൾക്ക് നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ബാധ്യത വഹിക്കണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് കൈവരുത്തുക, അതിനുവേണ്ട ക്വാളിറ്റി നേടിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഥൻ ആ നാട്ടുകാരെ സഹായിക്കുമാറാവട്ടെ. അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന പാവങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ ശുഹദാക്കളുടെ മർത്തബയിലേക്ക് നാഥൻ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ അവസ്ഥകൾ വരാതിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുകയും ആ ഈമാനിൽ അവർ വിജയിക്കുകയുമായിരിക്കാം. നമുക്കിങ്ങനെ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പടച്ചവനെ താങ്ങാൻ കഴിയില്ല, ഞങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയില്ലായിരിക്കാം. നാഥാൻ അത്തരം കടുത്ത പരീക്ഷണങ്ങൾ നമ്മളെ ഏൽപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഏതായിരുന്നാലും നമ്മളിപ്പോ പ്രാർത്ഥിക്കാൻ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്നുള്ളത് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള വലിയ ഒരു ദിക്റാണ്. ആ ദിക്റോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കാണ് ആ നാടിനു വേണ്ടി. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനിനാ ഫീ ഫലസ്തീൻ, اللهم انصر إخواننا في فلسطين، اللهم انصر في إخواننا في غزة، اللهم انصر إخواننا في غزة، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم ثبت أقدامهم، اللهم ثبت أقدامهم. അല്ലാഹുവേ അവരുടെ കാലുകൾക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اكشف الضر من إخواننا في فلسطين. അല്ലാഹുവേ ഫലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ദുരിതങ്ങൾക്ക് നീ അറുതി കൊടുത്ത് അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫി ജൂഅഹും, അല്ലാഹുവേ അവരിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് നീ ശമനം, പട്ടിണിക്ക് പരിഹാരം നൽകി അന്നം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫി ജുർഹാഹും, അവരിലെ രോഗം ബാധിച്ച മുറിവ് ബാധിച്ചവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ തഖബ്ബൽ ശുഹദാഅഹും, അല്ലാഹുവേ അവരിലെ ശുഹദാക്കളെ നീ ഖബൂൽ ചെയ്യണമേ, സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അൻസുർ അലാ അഅദ اللهم انصرهم على اعدائهم نصرا كاملا يا رب العالمين. അല്ലാഹുവേ ആ നാട്ടിൽ നിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിന്റെ അടുക്കൽ നിന്ന് തികഞ്ഞ സഹായം, പൂർണ്ണമായ സഹായം നൽകി ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين.